അരുൺകുമാറെ, സർക്കാരിനൊരു പ്രതിരോധാവസ്ഥയുമില്ല. സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരാണോ ദേവസ്വം ബോർഡാണോ? ദേവസ്വം ബോർഡാണെന്നാണ് മന്ത്രി പറയുന്നത്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സംവിധാനമാണത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തണം. അവരുടെ യാത്ര, അവർക്കാവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ, അവർക്കാവശ്യമായ ശുദ്ധജലം, ഇതെല്ലാം ഉറപ്പുവരുത്തണം. കൂടി വരുന്ന അയ്യപ്പ ഭക്തരുടെ വലിയ രീതിയിലുള്ള ഒരു സാന്ദ്രീകരണം ശബരിമലയിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അത് ആഗോള തലത്തിൽ തന്നെ അയ്യപ്പ ഭക്തർ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ശബരിമല. ആ രീതിയിൽ ആഗോള പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി ശബരിമല ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസൃതമായ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. അതിനാവശ്യമായ ചർച്ചകളും സംവാദങ്ങളും അതിനാവശ്യമായ സഹായങ്ങളുമൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഔദ്യോഗികമായി തന്നെ ഈ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ കഴിയാവുന്ന നിരവധി വ്യക്തികളെ, അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികളെ എല്ലാം തന്നെ ഈ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ സംഗമം ശബരിമലയുടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള വികസനം എങ്ങനെ സാധ്യമാക്കും, അയ്യപ്പ ഭക്തർക്ക് വളരെ സമാശ്വാസപരമായി തീർത്ഥാടനം നടത്തി തിരിച്ചു പോകാൻ കഴിയാവുന്ന എല്ലാ സൗകര്യങ്ങളും, പ്രധാനമായിട്ടും ചികിത്സയും കുടിവെള്ളവും ഒക്കെ കൃത്യമായി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഗമം. അത് ഒരു പുതിയ കാര്യമല്ല, വളരെ നേരത്തെ തന്നെ കേരളത്തിൽ ആരംഭിച്ച ഒന്നാണ്. അയ്യപ്പ ഭക്തരായ ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപങ്ങൾക്കും ഇടപെടലുകൾക്കും പുറത്ത് അതിനാവശ്യമായിട്ടുള്ള വലിയ സഹായങ്ങൾ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ആ കാര്യത്തിൽ സഹായം നൽകാൻ തയ്യാറായിട്ടുണ്ട്. അത്തരമൊരു സാധ്യതയെ ആരായുകയാണ്. അയ്യപ്പ ഭക്തർക്ക് വളരെ സമാശ്വാസകരമായ രീതിയിൽ ഒരു കാഠിന്യവും അനുഭവിക്കാതെ, ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ എങ്ങനെ അവിടെ തീർത്ഥാടനം നടത്താം, അതിനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സർക്കാർ കാണുന്നത്. ദേവസ്വം ബോർഡ് ആ അർത്ഥം തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തതാണ്. ആ ചർച്ചയിൽ ദേവസ്വം കമ്മീഷണർ നേരിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അരുൺകുമാർ ഇവിടെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ചില ചോദ്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് കൂടിയുള്ള മറുപടി ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ കേട്ടതാണ്. എനിക്ക് അതിൽ കൺവിൻസ്ഡ് ആണ്. എങ്ങനെയാണ് സംഗമം സംഘടിപ്പിക്കുന്നത്, എന്താണ് ഇതിൻ്റെ താല്പര്യം, എന്താണ് ഇതിന് ലക്ഷ്യം വെക്കുന്നത്, ഇതിന് എന്താണ് മറ്റ് തരത്തിലുള്ള യാതൊരു താല്പര്യങ്ങളുമില്ല. ഏതെങ്കിലും തരത്തിൽ യഥാർത്ഥ അയ്യപ്പ ഭക്തർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദിക്കാർ രംഗത്ത് വരും. ആരാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തരെ നിർണ്ണയിക്കാൻ ഇവർക്ക് അവകാശം കൊടുത്തിരിക്കുന്നത്? അയ്യപ്പനിൽ വിശ്വാസമുള്ള ആളുകൾ, ബാബരിൽ വിശ്വാസമുള്ളവർ, ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ചരിത്രത്തിൽ ഏറ്റവും പുരാതനമായ ഒരു സെക്കുലർ, മതേതരമായ, മതനിരപേക്ഷമായ ഒരു കൾച്ചർ നിലനിൽക്കുന്ന ആരാധനാ കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയെ എല്ലാ കാലത്തും വർഗീയവൽക്കരിക്കാൻ, നിലക്കൽ സംഭവമൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ, എല്ലാ കാലത്തും വർഗീയവൽക്കരിക്കാനുള്ള ഓരോ അജണ്ടയുമായിട്ട് സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ചരിത്രം മാത്രമാണ് ഹിന്ദുത്വ ശക്തികൾക്കുള്ളത്. അതുകൊണ്ട് ആ ഹിന്ദുത്വ ശക്തികൾ യഥാർത്ഥ അയ്യപ്പ ഭക്തർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അവർ ഭക്തർ എന്നത് വർഗീയവാദികൾ എന്ന രീതിയിലാണ് കാണുന്നത്. കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ, അയ്യപ്പ ഭക്തർ, അയ്യപ്പ ആരാധകർ വർഗീയവാദികളല്ല. അവരെല്ലാ മതത്തിലും പെട്ട വിശ്വാസികളാണ്. അവിടെ ചോദിച്ചത് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന് അയ്യപ്പ സംഗമം എന്ന് പേരിട്ടത് എന്തിനാണ്? ദേവസ്വം ബോർഡിന് മറ്റു ക്ഷേത്രങ്ങളും ഉണ്ടല്ലോ. അല്ല, ആ കാര്യത്തിൽ ശബരിമല ഒരു ആഗോള പ്രാധാന്യമുള്ള ആരാധനാലയമാണ്. എന്ന് മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ചരിത്രത്തിൽ മതനിരപേക്ഷവും അതിൻ്റേതായ ഒരു മിത്തിക്കലായിട്ടുള്ള ബിംബങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് അയ്യപ്പൻ, വാവർ എന്നൊക്കെ പറയുന്നത്. എന്താണ്, എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകൾക്കും ഒന്നിച്ചു കൂടാൻ അനുവാദം നൽകുന്ന, വളരെ ഹാർദമായ മതമൈത്രിയുടെയൊക്കെ തന്നെ ഒരു സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന ആരാധനാ ചിഹ്നങ്ങളുള്ള ഒരു കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയെ വർഗീയവൽക്കരിച്ച് ഹിന്ദുക്കളുടേതാക്കണം. അപ്പോൾ ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാ മതത്തിലും വിട്ട ആളുകൾക്ക് മതഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ പ്രവേശിക്കാൻ കഴിയുന്ന, എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യത്തിൻ്റെ സനാതന ധർമ്മ സംഹിതകൾക്ക് ഒരു സ്ഥാനവുമില്ലാത്ത ആരാധനാലയമാണ് ശബരിമല. ആ അർത്ഥത്തിൽ തന്നെയാണ് അതിൻ്റെ ആഗോള പ്രസക്തി. ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും 10,000-കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും ഓരോ മാസവും അവിടത്തേക്ക് ഒഴുകിയെത്തുന്നത്. അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം
അത് ഇന്നത്തെ ഒരു കാലത്ത് വളരെ പ്രധാനമാണ്. വർഗീയതയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ മനുഷ്യർ ഭിന്നിച്ചു പോകുന്ന, ജാതിയുടെ പേരിൽ എല്ലാ വിവേചനങ്ങളും. അവിടെ ഇത്തരത്തിൽ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട അയ്യപ്പരുടെ പരാതികളും അയ്യപ്പരുടെ നിർദ്ദേശങ്ങളും കേൾക്കാൻ വേണ്ടി ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചിരുന്നത്. ഈ പമ്പാ സംഗമം വളരെ പെട്ടെന്ന് അയ്യപ്പ സംഗമമായി മാറുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. അയ്യപ്പ ഭക്തരുടെ സംഘമാണ് പമ്പാ സംഘം എന്നുള്ള രീതിയിലും സംഘടിപ്പിച്ചത്. എന്താണ് ചരിത്രത്തിലും നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിലും പമ്പയ്ക്കുള്ള പ്രാധാന്യം? അത് അയ്യപ്പ ക്ഷേത്രവും ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ്. അയ്യപ്പ സംഘമായാലും ഇത് പമ്പയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. ഇതിന് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിട്ട് അതിനൊരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് തോന്നത്തക്ക രീതിയിൽ മുന്നോട്ട് വന്നതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം ഇന്നതിനെ രാഷ്ട്രീയ കാപട്യം എന്ന് പറയുന്നത്. ഇത് പമ്പാ സംഗമം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവരാരും വിമർശിക്കില്ലല്ലോ. ഇവർ തന്നെ കഴിഞ്ഞ തവണ പങ്കെടുത്തിട്ടുണ്ട് ഈ പരിപാടികളിലെല്ലാം. കഴിഞ്ഞ തവണ പങ്കെടുത്തത് തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധിയുണ്ട്, അതേപോലെ ആന്ധ്രയിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. ഇവരൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇതിനൊരു ആഗോള അയ്യപ്പ സംഗമം എന്ന പേര് കൊടുത്തതിന് പിന്നിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അല്ല, ആ രാഷ്ട്രീയ ലക്ഷ്യം മറ്റൊന്നുമല്ല. വളരെ സെക്കുലറായ ഒരു സംസ്കാരത്തിൻ്റെയും ആരാധനയുടെയും ഒരു പ്രതിനിധാനമാണ് ശബരിമല. ആ അർത്ഥത്തിൽ ശബരിമലയെ ഇന്ത്യയുടെ തന്നെ, കേരളത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടക കേന്ദ്രമാക്കി മാറ്റണം. അതിനൊരു ആഗോള പ്രാധാന്യമുണ്ട്. ആ ആഗോള പ്രാധാന്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. Debate with Dr. Arun Kumar.